ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മയിൽ അടിയും വഴക്കും കാര്യങ്ങളൊക്കെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നലെ തന്നെ ബാക്കിയായിട്ട് കൂട്ടിയാൽ മതി. ലക്ഷ്യപ്രിയയും അൻസിബയും ഇന്നലെ അവരവരുടെ ഭാഗം പറഞ്ഞുകൊണ്ട് ചാനലുകളുടെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ലക്ഷ്യപ്രിയ പറഞ്ഞ കുറെ കള്ളങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവർ പറയുന്നതിനകത്തുള്ള കുറെ ലോജിക് ഇല്ലായ്മയുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കൂടാതെ ഈ അൻസിബ കുറെ കാര്യങ്ങൾ ഈ സംഘടനയ്ക്കെതിരെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൻസിബയ്ക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു അപായം സംഭവിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റുന്നതല്ല. സോ ദിസ് ഈസ് എ മാഫിയ എന്നാണ് ഇത് കാണുമ്പോൾ, ഇത് മൊത്തത്തിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇത് ചെറിയൊരു കളിയല്ല, വലിയ കളികളാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും എക്സ്പോസ് ആവാനുണ്ട്. അൻസിബ ആൻഡ് ലക്ഷ്യപ്രിയ അവരുടെ ഇഷ്യൂലോട്ട് വരാം. അൻസിബയുടെ വാദം, ഈ അമ്പല കമ്മിറ്റിയുമായിട്ട് അമ്മ സംഘടന ഒപ്പുവെച്ച സ്പോൺസർഷിപ്പ്, അതിനകത്ത് അൻസിബയ്ക്ക് എതിർപ്പുണ്ടായത് കാരണം അൻസിബയെ പോലീസ് കേസിൽ, കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു. എന്തിന്റെ പേരിൽ? അൻസിബ ലക്ഷ്യപ്രിയയ്ക്ക് ഒരു മെസ്സേജ് അയച്ചതിന്റെ പേരിൽ. മെസ്സേജ് എന്താണെന്നും മെസ്സേജ് അയച്ച ഡേറ്റും അതുപോലെ തന്നെ ഈ ലക്ഷ്യപ്രിയ കൊണ്ട് കേസ് കൊടുത്ത ഡേറ്റും ഇവർ രണ്ടുപേരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് ഡിസംബർ 10 നടന്ന സംഭവമാണ്. എന്നാൽ കേസ് പോയേക്കുന്നു ജാനുവരി പകുതിയോടുകൂടി. അൻസിബ പറയുന്ന കാര്യങ്ങൾ നോക്കാം. അതിന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കംപ്ലൈന്റ്. ഒരു വനിതാ സെല്ലിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ആളുടെ പേര് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അതിന് ടെക്നിക്കൽ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ഇനി ആ പേര് ധീര വനിത ലക്ഷ്യപ്രിയ ഇന്നലെ ഞാനാണ് ആ കംപ്ലൈന്റ് കൊടുത്തതെന്ന് പറഞ്ഞ് തുറന്നു പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ വനിത ലക്ഷ്യപ്രിയയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്തെങ്കിലും പീഡനമൊന്നുമില്ല. ഞാൻ ഡിസംബറിൽ, അതായത് ഈ പരാതി പോകുന്നത് ജനുവരിയിൽ ആണ്. ജനുവരി ഞാൻ ഈ മതസ്ഥാപനം ഈ മതസ്ഥാപനം എന്നല്ല, ഒരു മതസ്ഥാപനവും മതചിഹ്നവും അമ്മയിൽ കയറരുത് എന്ന് പറഞ്ഞതിന് ശേഷം ആണ് എനിക്കെതിരെ പരാതി വന്നത്. പക്ഷെ അതിന്റെ ഒരു മാസം മുന്നേ ഞാൻ ഈ വനിതാ എക്സിക്യൂട്ടീവ് മെമ്പർക്ക് ഒരു അയച്ച മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത്, ദുബായി പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടു. ഈ ഒരു മെസ്സേജ് കാരണം ഇതിനാണോ പരാതി കൊടുത്തേക്കുന്നത്? സീരിയസ്ലി? ദുബായ് പോയപ്പോ ഫോട്ടോ എടുത്തപ്പോ എന്റെ ഫ്രണ്ട് കണ്ടു. എന്താണ് ഇത്? ഈ മെസ്സേജ് കാരണം ഇവരുടെ കുടുംബം എങ്ങനെയാണ് തകരുന്നത്? അവരുടെ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് നടന്നത്ര ഒരു മാസം കഴിഞ്ഞിട്ട്. ഡൊമസ്റ്റിക് വയലൻസ് നടന്നു, അവർക്ക് മുറിവുകളുണ്ട്, പാടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡൊമസ്റ്റിക് വയലൻസ് ഈ മെസ്സേജ് കണ്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട്. കാരണം ഡിസംബറിൽ ഞാൻ ഇവർക്ക് അയച്ച മെസ്സേജ് ഭർത്താവിനല്ല, ഈ വനിതാ എക്സിക്യൂട്ടീവ് അംഗത്തിന് അയച്ച മെസ്സേജാണത്. ഞാൻ അവരോട് സംസാരിക്കാറുമില്ല. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്കെതിരെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു മതസ്ഥാപനം കയറാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ 3-4 ദിവസമാണ് എനിക്കെതിരെ ഇങ്ങനെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട് എന്ന് വിളിച്ചത്. അപ്പം ഡേറ്റ് ഏതാണ്ട് ഉറപ്പിച്ച് പറയാം. ഇതേ ഡേറ്റിന്റെ കാര്യം തന്നെ ലക്ഷ്യപ്രിയ സമ്മതിക്കുന്നുണ്ട്. ഡിസംബർ 10, ജാനുവരി പകുതി. അപ്പോൾ ഡിസംബർ 10-ാം തീയതി രാത്രിയിൽ അൻസിബ ഹസൻ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിന് മറുപടിയായിട്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അൻസിബ എന്താണ് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ച് ഞാൻ ആ കുട്ടിയെ വിളിക്കുമ്പോൾ, ഐ വിൽ കോൾ യു ലേറ്റർ ചേച്ചി, ഐ ആം ഇൻ എ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് രാത്രി 11 മണിക്ക് എൻ്റെ അടുത്ത് അൻസിബ ഹസൻ റെസ്പോണ്ട് ചെയ്യുന്നത്. ഏട്ടൻ മരിച്ചു കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ പോലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അൻസിബ എൻ്റെ വീട്ടിലേക്ക് വരണം, മോള് ജയശേട്ടനെ കണ്ട് ഇത് സംസാരിക്കണം, ഇല്ലെങ്കിൽ അൻസിബ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഫോണിലെങ്കിലും ഈ വിഷയം സംസാരിക്കണം, എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. പിന്നീട് യാതൊരു വിധത്തിലും എൻ്റെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുകയോ എൻ്റെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ആ കുട്ടി ചെയ്തിട്ടില്ല. യാതൊരു നിവൃത്തിയുമില്ലാതെ എൻ്റെ കുടുംബജീവിതം ഒരു മോശമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ ഹിൽ പാലസ് വനിതാ സെല്ലിൽ ഞാൻ ജനുവരി ഒരു മധ്യത്തോടു കൂടിയിട്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ, അന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. അതിൽ ഈ പറയുന്ന മതമോ വർഗീയതയോ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. അൻസിബയുടെ ഒരു മെസ്സേജ് കാരണം ലക്ഷ്യപ്രിയയുടെ കുടുംബത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന കുടുംബ വഴക്ക്. കൊള്ളാം, ബെസ്റ്റ് കുടുംബം. അത് നേരത്തെ ആ പറഞ്ഞ മെസ്സേജ്, ആരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ പറഞ്ഞ മെസ്സേജ്, ഇതെന്ത് മെഗാ സീരിയലും അല്ലോ ആണ്. ലക്ഷ്യപ്രിയ പറയുന്ന ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ മെസ്സേജ് പുറത്തു വിടണം. അത് നിങ്ങൾ പ്രൂഫ് വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഒരു തരത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ബിഗ് ബോസിൽ പോയപ്പോൾ ആ കുണം നമ്മൾ കണ്ടയാണല്ലോ. ആ കുണം മലയാളി പ്രേക്ഷകരുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് വിശ്വസിക്കാൻ വലിയ പാടാ. അങ്ങനെ ഇതിന്റെ പേരിൽ അൻസിബയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. സ്റ്റേഷനിൽ വെച്ച് നടന്ന കാര്യങ്ങൾ കേൾക്കാം. അത് കഴിഞ്ഞിട്ട് എസ് ഐ എന്നോട് പറയുന്നത് അൻസിബ ചെയ്തത് വലിയ തെറ്റാണ്. അൻസിബ ഈ മെസ്സേജ് അയച്ചത് കാരണം ഈ സ്ത്രീക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി ഈ സ്ത്രീക്കാണ് അയച്ചത്. ഈ സ്ത്രീയുടെ പേഴ്സണൽ മൊബൈലിലേക്ക് അയച്ച മെസ്സേജ്. അതും ഞാൻ അയച്ച മെസ്സേജിന് റോങ് ആയിട്ടുള്ള ഒരു അർത്ഥം എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് റോങ് ആയിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരു വാക്ക് മോശം വാക്ക് ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ അതിന് റോങ് ആയിട്ടുള്ള അർത്ഥങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എസ് ഐ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരുടെ ഭർത്താവ് ഡൊമസ്റ്റിക് വയലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ? അത് ആ സ്ത്രീക്ക് പരാതി ഇല്ലെങ്കിൽ പോലും ഡൊമസ്റ്റിക് വയലൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം കേസ് എടുക്കണം എന്നാണ്. എഫ്ഐആർ ഇടണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ലല്ലോ അവിടുത്തെ പ്രശ്നം. അൻസിബ ചെയ്തതാണ് തെറ്റ്. അയാൾക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം എന്നെ 3 മണിക്കൂർ അവിടെ ഇരുത്തി ഹരാസ് ചെയ്തു. നീന കുറുപ്പ് ചേച്ചിയെ പണ്ട്
ഒരു മെമ്പർ അശ്ലീല വാക്കുകളും തെറി വിളിക്കുന്നതും പ്രാക്കിടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഓഡിയോ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതുപോലത്തെ സാധനം ഈ ഇതുപോലത്തെ വാക്കുകളാണ് ഈ എക്സിക്യൂട്ടീവ് മെമ്പർ എസ് ഐയുടെ മുന്നിൽ നിന്നിട്ട് എന്നെ പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രൈവറ്റ് ചാറ്റ് എസ് ഐയുടെ മുന്നിൽ വെച്ചിട്ട് ലക്ഷ്യപ്രിയ ആ രീതിയിൽ അൻസിബയോട് സംസാരിക്കണമെങ്കിൽ നല്ല ബന്ധം എസ് ഐയുമായിട്ട് ഉണ്ടാവണം. അറിഞ്ഞു വെച്ചുള്ള കളിയാവാനാണ് സാധ്യത. അവിടെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് നടന്നിട്ടുണ്ട്, തന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ദേഹ ഉപദ്രവം ഏറ്റിട്ടുണ്ട് എന്ന് ലക്ഷ്യപ്രിയ പറയുന്നുണ്ട്. അതിന് ഒരു കേസും പോലീസ് എടുത്തിട്ടില്ല. അതിനവിടെ ഒരു പ്രാധാന്യമില്ല. അവർ നോക്കിയേക്കുന്ന കാര്യം എന്താണ്? അൻസിബയെ കൊടുക്കുക, അൻസിബയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുക, അൻസിബയെ ഹരാസ് ചെയ്യുക. ഇതിനകത്താണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഒടുവിൽ അൻസിബയുടെ കയ്യിൽ നിന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ചു. ആദ്യം മാപ്പ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു, പക്ഷെ ആ പുള്ളിക്കാരത്തി അത് പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അത് ഖേദം പ്രകടിപ്പിക്കുന്നു മെസ്സേജ് അയച്ചതിന് എന്നും പറഞ്ഞ് എഴുതി മേടിപ്പിച്ചു. ആര്? ഈ വനിതാ എസ് ഐ. അങ്ങനെ എഴുതി മേടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കുടുംബജീവിതം ഓക്കെ ആവുമോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭർത്താവിന്റെ സംശയരോഗം മാറുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കത്തുമായിട്ട് ചേട്ടൻ്റെ അടുത്ത് ചെന്ന് ചേട്ടാ കണ്ട് അൻസിബ എഴുതി തന്നിട്ടുണ്ട്, ഇപ്പൊ എല്ലാം ശരിയായില്ലയോ എന്നും പറഞ്ഞ് അതെങ്ങനെയാണ് ആ കുടുംബജീവിതം നോക്കിയത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ആ വഴക്കവിടെ അവസാനിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ ദേഹത്ത് പാടുവല്ലോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ? ഇനി നമുക്ക് ഈ അമ്പലത്തിന്റെ കേസിലോട്ട് വരാം. അവിടെ നിന്നാണല്ലോ ഇതിന്റെ അടിയുടെ എല്ലാത്തിനും തുടക്കം. ലക്ഷ്യപ്രിയ പറയുന്നത് അൻസിബ മാത്രമല്ല ഈ അമ്പലം സ്പോൺസർഷിപ്പായിട്ട് വന്ന സമയത്ത് എതിർത്തതെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതിനെ തെറ്റിദ്ധരിച്ച അൻസിബയാണ് ഞങ്ങളുടെ സ്പോൺസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അൻസിബ മാത്രമല്ല, ക്ഷേത്രത്തിലെ സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ ഏക വ്യക്തി അൻസിബ മാത്രമാണ് എന്നാണ് അൻസിബ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ നിരവധി പേരുണ്ട്. അൻസിബ മാത്രം പറഞ്ഞെങ്കിലല്ലേ അൻസിബയ്ക്കെതിരെ അതൊരു അലിഗേഷൻ ആയിട്ട് വരുള്ളൂ. എന്നാൽ അൻസിബ പറയുന്നത് ഈ ഒരു കാര്യം ആദ്യം അവതരിപ്പിച്ചപ്പോൾ ഒരു വാട്സാപ്പിൽ ഒരു പോള് പോലിട്ട സമയത്ത് അതിന് നോ എന്ന് ആദ്യം പറഞ്ഞത് അൻസിബയാണ്. പിന്നീടാണ് മറ്റൊരു വ്യക്തി ഇതിനെ അനുകൂലിച്ച് വന്നത്. ഞാൻ ഈ നോട്ട്, അതായത് ആദ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഒരു പോളിംഗ് നടത്തി യെസ് ഓർ നോ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ മാത്രമായിരുന്നു നോ പറഞ്ഞത്. അപ്പോൾ ചിലർ യെസും പറഞ്ഞില്ല നോയും പറഞ്ഞില്ല. വളരെ സെൽഫിഷ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കാരണം അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞു എന്ന് വേണ്ട, സെൻട്രലിൽ നിന്നു. ചിലർ മെജോറിറ്റി പക്ഷേ യെസ് ആണ് പറഞ്ഞത്. ഞാൻ ഇത് നടക്കില്ല എന്ന് പറഞ്ഞൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സന്തോഷ് കീഴാറ്റൂരേട്ടനും നോ പറഞ്ഞു. ചുരുക്കം പറഞ്ഞ എല്ലാത്തിനും തുടക്കമിട്ടത് അൻസിബയുടെ നിലപാടാണ്. ഈ അമ്പലത്തിന്റെ സ്പോൺസർഷിപ്പ് ശ്വേതാ മേനോൻ ഇടപെട്ട് കൊണ്ടുവന്നതാണ്. അതിനകത്ത് അൻസിബ നോ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോന് അൻസിബയോട് എന്തെങ്കിലും ഒരു വിരോധം ഉണ്ടാകുമേ. അതുകൊണ്ടാണ് പ്രസിഡന്റ് ഈ അൻസിബ ലക്ഷ്യപ്രിയ കേസിൽ ഇടപെടാതിരുന്നത്. അതും ഒരു പോലീസ് കേസ് ആക്കി മാറ്റാൻ ഇവർ പ്ലാൻ ചെയ്ത പോലുണ്ട്. ഇവർ തമ്മിലുള്ള പ്രശ്നം പേഴ്സണൽ ആയിട്ട് ശ്വേതാ മേനോനെ വിളിച്ചറിയിച്ച സമയത്ത് ശ്വേതാ മേനോന്റെ മറുപടി പേഴ്സണൽ കാര്യങ്ങളൊന്നും കമ്മിറ്റിക്ക് ഇടപെടാൻ പറ്റില്ല എന്നാണ്. എന്നിട്ട് അതിന്റെ കൂടെ വേറൊരു കാര്യവും കൂടെ ശ്വേതാ മേനോൻ പറയുന്നുണ്ട്. അന്വേഷിക്കേണ്ടെന്നല്ല പറഞ്ഞത്, നിങ്ങൾ അന്വേഷിക്കണം. 2 ഭാരവാഹികൾ തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണോ? ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് വൺ തിങ്, ഞാൻ 75 lakhs പറഞ്ഞതുകൊണ്ടാണ് 75 lakhs ആയത്. ഞാൻ 2 കോടി പറഞ്ഞിരുന്നെങ്കിൽ 2 കോടി തന്നേനെ. ഇതാണോ? അല്ല, പ്രസിഡന്റ് പറഞ്ഞതാണ് എന്നോട്. പ്രസിഡന്റിനോട് ഞാൻ പരാതി പറയാൻ വിളിച്ചപ്പോൾ പ്രസിഡന്റിനോട് ഞാൻ പരാതി പറഞ്ഞു. നമ്മുടെ സ്പോൺസർഷിപ്പിന്റെ പൈസ 2 lakhs ആണെങ്കിൽ 2 lakhs കിട്ടിയല്ലോ. 2 കോടിയാണെങ്കിൽ 2 കോടി കിട്ടിയല്ലോ. ഒരു സ്ത്രീ ഒരു പരാതി വിളിച്ച് പറയുമ്പോൾ എനിക്കെതിരെ എന്നെ ടാണിഷ് ചെയ്യാൻ വേണ്ടി ഒരു വൃത്തികെട്ട പരാതിയാണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞിട്ട് പ്രസിഡന്റിന്റെ മറുപടിയാണ് ദിസ് ഇസ് പേഴ്സണൽ അൻസിബ, നത്തിങ് ടു ഡു വിത്ത് അമ്മ. പിന്നെ വൺ തിങ് 75 lakhs ആണ്, ഞാൻ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആയതാണ്. 2 കോടി പറഞ്ഞിരുന്നെങ്കിൽ 2 കോടി കിട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശരി, താങ്ക് യു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരാൾ പരാതി പറയുമ്പോൾ ഞാൻ മുന്നേ എന്തിനാണോ എതിർത്തത് ആ കാര്യമാണ് അടുത്തതായിട്ട് എന്നോട് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ വീണ്ടും പോയി പരാതി പറയൂ? അതിനുശേഷം പിന്നീട് ഇവരെല്ലാം ആണയിട്ട് പറയുന്നു ലക്ഷ്യപ്രിയയുടെ കേസും ഈ അമ്പല കേസും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന്. പക്ഷെ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ദർ ഈസ് എ കണക്ഷൻ. ആൻഡ് വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഈ അമ്പലത്തിന്റെ ചെയർമാനായിട്ടിരിക്കുന്നത് ഈ പറയുന്ന TN നന്ദകുമാർ ആണല്ലോ. ഇയാളെടുത്ത് നമ്മുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പോയി ചോദിക്കുമ്പോൾ 2 കോടി രൂപ കണ്ണും പൂട്ടി എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ബന്ധമാണ് ഈ ശ്വേതാ മേനോൻ ആൻഡ് ഈ അമ്പലവും തമ്മിലുള്ളത്? അല്ലെങ്കിൽ ഈ അമ്മയും ഈ അമ്പലവും തമ്മിലുള്ളത്? അത് അമ്പലം തമ്മിലുള്ളതാണോ അതോ ഈ നന്ദകുമാറുമായിട്ടുള്ള ബന്ധമാണോ നമുക്കറിയില്ല. അപ്പൊ ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ കളി നടക്കുന്നുണ്ട്. സാധാരണ അമ്പലങ്ങളിൽ അങ്ങോട്ടാണ് കൊണ്ട് കൊടുക്കുന്നത്, ഇത് അമ്പലം ഇവർക്ക് കൊടുക്കുകയാണ്. പുള്ളി പറയുന്നത് ഒരു സ്ത്രീയായിട്ടുള്ള ശ്വേതാ മേനോൻ വന്നപ്പം അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 75 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് ആയിട്ട് കൊടുത്തു എന്നുള്ളതാണ്. പുള്ളി തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇതൊരു നഷ്ടക്കച്ചവടമാണ് എന്ന്. ഈ 75 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 1 കൊല്ലം അവർക്ക് പ്രൊമോഷൻ നടത്താമെന്ന് അവർ പറയുന്നുണ്ട്. ആകെ 75 ലക്ഷത്തിന്റെ, അതായത് ആ തുകയ്ക്കുള്ള പരസ്യമൊന്നും അല്ലെങ്കിൽ പോലും ഇല്ല, ആ തുകയ്ക്കുള്ള പരസ്യമൊന്നും അല്ല. ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞൊരു വനിത
ആദ്യമായിട്ട് അമ്മയുടെ തലപ്പത്ത് വന്നപ്പോൾ എനിക്ക് ഒരു തുടക്കത്തിന് ഒരു സഹായമാവുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചു. അല്ലെന്താ തെറ്റ്? അവർ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ പല പരിപാടിക്കും വന്നിട്ടുണ്ട്, ആ പരിചയമുണ്ട്. പരിപാടിക്ക് വന്ന പരിചയം മാത്രമേ ഉള്ളൂ ചേട്ടാ, ഇത് വെറും ഒരു പരിചയമായിട്ട് തോന്നുന്നില്ലല്ലോ. എന്തോ നല്ല കട്ടിക്കുള്ള പരിചയമായിട്ടാണ് നമുക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. അമ്പലത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ചെയർമാനായിട്ടുള്ള ദല്ലാൽ നന്ദകുമാർ, ഇങ്ങേരുടെ കാര്യം മൊത്തത്തിൽ ദുരൂഹതയാണ്. എത്ര കേസിൽ ഇങ്ങേരുടെ പേരുണ്ടെന്ന് ഇങ്ങേർക്ക് പോലും അറിയില്ല, അതുമെല്ലാം ഹൈ പ്രൊഫൈൽ കേസസ്. അപ്പൊ പിന്നെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ മൊത്തത്തിലൊരു പൊരുത്തക്കേട്, എന്തൊക്കെയോ എവിടേക്കോ ചിലതൊക്കെ ചീഞ്ഞു നാറുന്ന പോലെ, മൊത്തത്തിലൊരു ദുരൂഹത. ചില ദുരൂഹതകളെ പറ്റി അൻസിബയും പറയുന്നുണ്ട്, അതൊന്ന് വെക്കാം. അമ്മയുടെ ബൈലോ അനുസരിച്ച് അമ്മയ്ക്ക് ഡൊണേഷൻ വാങ്ങിക്കാനേ നിർവാഹമുള്ളൂ. ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ഞാൻ പഠിച്ച ബൈലോ അനുസരിച്ച് ഡൊണേഷനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ സ്പോൺസർഷിപ്പ് വാങ്ങിക്കാൻ പറ്റില്ല. അത് ഈ മതസ്ഥാപനത്തിന് പോലും അറിയില്ല. അപ്പൊ അവരോട് ഞാനിത് പറഞ്ഞു, നിങ്ങൾ ഡൊണേഷൻ ചെയ്യായിരുന്നു നല്ലതെന്ന് പിന്നീട് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളോട് ആരും പറഞ്ഞു തന്നില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അത് ചെയ്തേനെ, ഞങ്ങൾക്ക് അതായിരുന്നു കൂടുതൽ. അതായത് ഈ സ്ഥാപനത്തിന് കൊടുക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ ബോധപൂർവ്വം ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ചെയ്യിപ്പിച്ചതാണ്. എനിക്കറിയില്ല, കാരണം ആ സംഘടന പോലും ആ മതസ്ഥാപനം പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല അവർക്ക് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് വേണം. അതൊരു ക്ഷേത്രമാണ്, അതെ, അവിടെ എല്ലാ മതസ്ഥരും പോകുന്ന ഒരു ക്ഷേത്രമാണത്. അവർക്ക് അങ്ങനെ ഒരു ആവശ്യമില്ലായിരുന്നു. അവരോട് ഞാൻ ഡൊണേഷൻ ആണ് അമ്മയ്ക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഡൊണേഷൻ കൊടുക്കാൻ റെഡിയാണ്. അതിലൊരു ദുരൂഹതയുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കറിയില്ല, എന്തോ ദുരൂഹത ഉണ്ടായിരിക്കാം. അതെന്തായിരിക്കും നല്ല ഒരു ദുരൂഹത? നമ്മളൊരു കാര്യത്തിനകത്ത് ഒരു 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചാരിറ്റി പോലും ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനകത്തൊരു 100 രൂപ തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പലരും ചാരിറ്റി ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. ആ ചാരിറ്റി ചെയ്യുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന പരസ്യം കാരണം അവർക്ക് നല്ല രീതിയിൽ വരുമാനം വേറെ രീതിയിൽ കിട്ടും. എന്നാൽ ഒരു അമ്പലം ഈ 75 ലക്ഷം ഇവരുടെ ഈ ഒരു കുടുംബ സംഗമത്തിൽ ഇടുന്ന സമയത്ത് അമ്പലത്തിന് എന്താണ് ലാഭം? എന്തെങ്കിലും കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ടോ? അമ്പലക്കാർ വിളിക്കുന്ന സമയത്തെല്ലാം ഞങ്ങൾ അവൈലബിൾ ആയിക്കോളാം എന്ന്. അത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ലാഭമുണ്ടോ? ഇവിടെ അൻസിബയ്ക്കും വലുതായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇതിന്റെ പുറകെ കൂടെ എന്തൊക്കെയോ വലിയൊരു പരിപാടികൾ നടക്കുന്നുണ്ട്. അൻസിബ കൂടുതൽ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് അൻസിബ എതിർക്കുന്നു. അത് ഇവർക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പൊ അൻസിബയെ ഒതുക്കണം. അൻസിബ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, നമ്മൾ ബിഗ് ബോസിൽ കണ്ടതാണ്. ഉള്ള പോലെ തന്നെ പറയും. അതുകൊണ്ട് തന്നെ പലർക്കും ഇവർ ഇഷ്ടമല്ല. കഴിഞ്ഞ കമ്മിറ്റി, ഈ ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന കമ്മിറ്റി വരുന്നതിന് മുമ്പുള്ള കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറിക്ക് അവിടെ ക്യാബിൻ ഉണ്ട്. എന്നാൽ അൻസിബ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷം അവിടെ ക്യാബിൻ ഇല്ല. മറ്റുള്ളവർക്ക് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കുന്നതിൽ നിന്ന് അൻസിബയെ വിലക്കി, അൻസിബയുടെ വാ മൂടിക്കെട്ടി, ഇങ്ങനെ പല രീതിയിലും പുള്ളിക്കാരത്തെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു പോലീസ് കേസാണോ ഇത് എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല. ഈ സ്പോൺസർഷിപ്പ് വരുന്ന പൈസയിൽ നിന്ന് നല്ല രീതിയിൽ മുക്കൽ നടക്കുന്നുണ്ട് അൻസിബ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം, ഭാരവാഹിത്വത്തിൽ ഇരുന്നപ്പോ അമ്മയിൽ നല്ല ഫണ്ട് വരുന്നുണ്ട്. അപ്പൊ ഫണ്ട് വരുന്നത് നമുക്ക് ഡൊണേഷൻ ആയിട്ട് ബൈലോ പ്രകാരം വാങ്ങിക്കാൻ പറ്റുള്ളൂ. അത് ഈ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. പാവപ്പെട്ട ആളുകൾക്ക് ഈ പൈസ മാത്രം വെച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ അനാഥരായി പോരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. മരുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫണ്ട് വരുന്നത്, അതായത് ഞങ്ങളിലൂടെ മാത്രമേ അമ്മയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ സ്പോൺസേഴ്സ് ആദ്യം ബന്ധപ്പെടുന്നത് ഈ പറഞ്ഞ ഭാരവാഹികളെ ആയിരിക്കും. അപ്പോൾ ഭാരവാഹികളെ ബന്ധപ്പെടുമ്പോൾ ഈ ഭാരവാഹികൾ ത്രൂവേ ഇതിലേക്ക് അമ്മയിലേക്ക് വരാൻ പറ്റുള്ളൂ, അമ്മയിലൊരു ഇടം കിട്ടുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ സ്പോൺസേഴ്സ് ചെയ്തു കൊടുക്കും. അവർക്ക് വർക്കിന്റെ രീതിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മീഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ലാഭം അവിടെ ഉണ്ട്. അപ്പോൾ പണം സമ്പാദിക്കാൻ പറ്റുന്നുള്ളത് 101% ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ്. അമ്മ സ്ഥാപിച്ചതിന്റെ ലക്ഷ്യങ്ങളിൽ നേരെ വിപരീതമായിട്ടാണല്ലോ മാഫിയ സംഘമാണോ ഇവര്? എനിക്കറിയില്ല. പിന്നിൽ ആരൊക്കെ ഉള്ളത്? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ടിനിച്ചേട്ടൻ അവിടെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് പ്രസിഡന്റാണ്. ശ്വേത തന്നെയാണ്. ഇവർ അറിഞ്ഞു തന്നെയാണ് ഈ നീക്കങ്ങൾ. ടിനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്വേത അറിഞ്ഞിട്ടുണ്ടാവും. ഉറപ്പായിട്ടും അറിയാം. അറിയില്ല എന്ന് ഇപ്പൊ ചേച്ചി പറയുമായിരിക്കും, എനിക്കറിയില്ല. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എനിക്കെതിരെ പല കേസുകൾ വരാനും സാധ്യതയുണ്ട്. ഞാൻ ഇതെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അല്ല, കേസുകളുടെ അപ്പം മുക്കല് നടക്കുന്നുണ്ട്. ചക്രകുടമല്ലേ, കൈയിട്ട് നക്കാതിരിക്കത്തൊന്നും ഇല്ലല്ലോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി, ഇതിന്റെ തലപ്പത്തിരിക്കുന്ന പലതിനും സിനിമയോ പണിയോ ഒന്നും ഇല്ല. ഇവരങ്ങനെ ജീവിക്കുന്നു. ഇങ്ങനെയൊക്കെ മുക്കിയിട്ടൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ. ഇനി ആരൊക്കെ മുക്കുന്നുണ്ടെന്നും കൂടി അറിഞ്ഞാൽ മതി. അതറിയാൻ വേണ്ടി ദൂരോട്ടൊന്നും പോയൊന്നും വേണ്ട. അൻസിബയ്ക്ക് എഗൈൻസ്റ്റ് ആരൊക്കെ സംസാരിക്കുന്ന അവരൊക്കെ പേര് മാത്രം എടുത്താൽ മതി. ഒരു ഗുണമോ പ്രോഫിറ്റോ ഇല്ലെങ്കിൽ ഈ തലപ്പത്ത് കയറി ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? ആരും ഒന്നും മനസ്സിൽ കാണാതായി തലപ്പത്ത് കയറി ഇരുന്നിട്ട് ഇതെല്ലാം കൂടി തോളെ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടായതുകൊണ്ടായിരിക്കണമല്ല. മഹാനടന്മാർക്കൊക്കെ നല്ല പൈസ ഉണ്ടായതുകൊണ്ട് അവരങ്ങ് കണ്ണടക്കുകയും ചെയ്യുമായിരിക്കും. അപ്പം ഈ അമ്പലത്തിന്റെ സ്പോൺസർഷിപ്പ് മേടിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഈ അമ്പലം സ്പോൺസർ ചെയ്യും. ഇന്ന് 75 കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ 1.5 കൊടുക്കും, 1.5 കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ 2 കൊടുക്കും, 3 കൊടുക്കും. പല രീതിയിൽ അമ്പലത്തിന്റെ പൈസ ഇങ്ങോട്ട് ഒഴുക്കാൻ പറ്റും. ഈ അമ്മയും നന്ദകുമാറും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ നല്ല രീതിയിൽ പൊളിറ്റിക്കലി പിടിപാടുള്ള ഒരു വ്യക്തി കൂടിയാണ്. പല കേസുകളുടെയും ഇടനിലക്കാരനായിട്ട് നിന്ന് അത് ഒത്തുതീർപ്പാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഇങ്ങനെ. നല്ല കേസുകളല്ല, ഉഡായിപ്പ് കേസുകൾ.
മേ ബി പറയാൻ പറ്റില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ചിലപ്പോൾ നല്ല രീതിയിലൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അന്നും അൻസിബ വന്ന് പറഞ്ഞത് അതിനകത്തുള്ള പേരുകളൊക്കെ പുറത്ത് വിടണമെന്നായിരുന്നു. വേറെ ആർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അൻസിബ അന്ന് തൊട്ടേ ഇവർക്ക് ഈ ബാക്കിയുള്ള ആളുകൾക്ക് ഒരു വള്ളിയാണ്, ഇവളെ എങ്ങനെങ്കിലും അടിച്ച് വെളിയിൽ കളയണം. ഇതൊക്കെ ഈ അൻസിബ വിളിച്ച് പറയുമെന്നുള്ളത് സ്റ്റേജ് എത്തിയപ്പോൾ ഇവരുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയ ഒരു പ്ലാൻ ആണെങ്കിലോ ഇതെല്ലാം ഈ കേസും വക്കാണോ ഒക്കെ കുറെ കാര്യങ്ങൾ പുള്ളിക്കാരത്തി ഒന്ന് പറയുന്നുണ്ട്. പറയുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജീവൻ ആപത്താണ്. ചെറിയ ടീമുമായിട്ടല്ല പോയി മുട്ടിയേക്കുന്നത്. നമ്മൾ കാണുമ്പോൾ സിനിമാ നടന്മാരൊക്കെയാണെന്നൊക്കെ തോന്നും, പക്ഷെ ചെറിയ മീനുകളല്ല ഗൈസ് ആരും. ഞാൻ ഇത്രയും കാര്യം പബ്ലിക്കായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് നല്ല ഭയമുണ്ട്. എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കാനുള്ള സാധ്യത 100% ഉണ്ട്. ഉറപ്പായിട്ടും ആ കാര്യത്തിൽ ഒരു ഭയമുണ്ട്. പക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്കറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചു സംവിധാനങ്ങളുള്ള ടീമാണോ ഇവരൊക്കെ ഉണ്ടാവുമായിരിക്കും. കാരണം എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ എന്നെ ഹറാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കെതിരെ ഇനി എന്തൊക്കെ ചെയ്യും? അതായത് ചിലരെങ്കിലും മാഫിയ ബന്ധങ്ങളോ കൊട്ടേഷൻ സംഘങ്ങളോ ഒക്കെ ഉണ്ടെന്ന് സംശയിക്കേണ്ടി വരും. കാരണം എനിക്ക് പേടിയുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന്. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് വേണ്ടി നിൽക്കാനൊന്നും ആരും ഇല്ല. പിന്നെ നമ്മുടെ ഈ അമ്മയിലുള്ള കുറേ മെമ്പേഴ്സ് ഉണ്ട്. അവരെനിക്ക് മെസ്സേജ് അയച്ചു, മോളെ ദൈവമുണ്ട് കൂടെ, മോളെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇതൊരു മാഫിയാണ് ഗൈസ്. വിചാരിക്കുന്ന പോലെ അത്ര ചെറുതല്ല, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലുതാണ്. നാളെ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമ്മയ്ക്കായിരിക്കും, ഈ സംഘടനയ്ക്കായിരിക്കും. അതുകൊണ്ട് ചിലപ്പം ഉപദ്രവിക്കില്ലായിരിക്കും. ഓൾറെഡി അമ്മ സംഘടനയിൽ ഒരു അതിജീവിതം ഉണ്ടായതിന്റെ പേരിൽ ദിലീപിന്റെ കേസിൽ. സോ ആ കേസ് എസ്കലേറ്റ് ചെയ്ത പോലെ ഇനി ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പണി പാളും. അതുകൊണ്ട് ചിലപ്പം ഉപദ്രവമൊന്നും കാണില്ല, പക്ഷെ വേറെ രീതിയിലാണെങ്കിലും തകർക്കാമല്ലോ. എന്താണെങ്കിലും അൻസിബയ്ക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി ഞാൻ എന്റെ കുറച്ച് അസംഷൻസ് പറയാം ഗൈസ്. ഈ കാര്യം വെറുതെ പറയുന്നതായിട്ട് കൂട്ടിയാൽ മതി. ചുമ്മാ ഈ ന്യൂസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് തോന്നലുകളാണ്. ഈ അമ്പലം ഈ നടന്മാരുടെയും നടിമാരുടെയും ടാക്സ് ഒക്കെ വെളുപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിലും നമ്മുടെ മോഹിനിയാട്ടം സിനിമയെ പോലെ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. സീരിയസ്ലി ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട് ഈ അമ്മയുടെ ഓഫീസിന്റെ മുക്കിനും മൂലയ്ക്കും 21 ക്യാമറ വിത്ത് മൈക്ക് ഉണ്ടെന്ന്. പോലീസ് ഒന്ന് കയറി തപ്പിക്കഴിഞ്ഞ് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഇടപാടുകൾ, അത് അമ്പലമായിട്ടാവണമെന്നില്ല, ഈ പറയുന്ന നന്ദകുമാറുമായിട്ടും ആവാം. മൊത്തത്തിലൊരു മണി ലോണ്ടറിങ് സെറ്റപ്പ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വർഷങ്ങൾ ഇടവേള ബാബു സെക്രട്ടറി ആയിട്ടിരുന്ന് ഈ സംഘടന വളരെ നല്ല രീതിയിൽ വൃത്തിക്ക് മുന്നോട്ട് നടത്തിക്കൊണ്ടുപോയി. ടാക്സ് വെട്ടിക്കാൻ ഏറ്റവും നല്ല ഒരു പരിപാടിയാണ് ചാരിറ്റി. ഇതൊരു വെൽഫെയർ അസോസിയേഷൻ കൂടിയാണ്. 500 മെമ്പേഴ്സ് ഉള്ളതാണ്. ഇതിനകത്ത് ഉള്ള ഒരു 10% ആളുകൾക്ക് മാത്രമേ സിനിമയിൽ ജോലിയുള്ളൂ, ബാക്കി 90% ആളുകൾക്കും ജോലിയില്ല. അവരെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘടന തന്നെ രൂപീകരിച്ചത്. അപ്പൊ മൊത്തത്തിൽ ചാരിറ്റിയാണ്. ആ രീതിയിൽ ടാക്സ് വെളുപ്പിക്കാം. അപ്പൊ പറഞ്ഞു വന്ന സെക്രട്ടറി ആയിട്ടിരുന്ന് ഇത്രയും വർഷങ്ങൾ ഇടവേള ബാബു എങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു സംഘടന സ്മൂത്ത് ആയിട്ട് വരിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് ഇവർക്ക് പറ്റുന്നില്ല? ഇപ്പം പുതിയ കമ്മിറ്റി മെമ്പേഴ്സിന് ഈ ഓൾറെഡി ഇത്രയും നാൾ വരച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ അതിന്റെ നേതൃസ്ഥാനത്തിൽ നിന്ന് മാറി പുതിയ അംഗങ്ങൾ വന്ന സമയത്ത് അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ല. ഈ പുതിയ സംഘം വരാനുള്ള കാരണം എന്താണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. അത് വന്ന സമയത്ത് സ്ത്രീകളാണ് എല്ലാം, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം സ്ത്രീകൾ ഭരിക്കുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത്. ശ്വേതാ മേനോനെ പോലെ ഒരു വ്യക്തി മുന്നോട്ട് വന്ന സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഇല്ല, പ്രത്യേകിച്ച് കഴിവുണ്ടെന്ന് തോന്നണില്ല ഇത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ. അപ്പൊ ഇത്രയും നാൾ വളരെ സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ സ്മൂത്ത് അല്ലാതായി, പണി പാളാൻ തുടങ്ങി. കട്ടാൻ മാത്രം പോരല്ലോ, നിൽക്കാനും കൂടെ അറിയണമല്ലോ. അതിനറിയണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. ഈ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ 2-3 ചേരികളാണ്. നേരത്തെ ഒറ്റ ചേരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അടി നടക്കും, പലതും പുറത്തോട്ട് വരും. അങ്ങനെയാണ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അകത്തുള്ള ആളുകൾക്ക് നല്ല സ്വാധീനമുള്ള ആളുകളാണ്. കൈക്കരുത്തും മണിക്കരുത്തും പൊളിറ്റിക്കൽ കരുത്തും ഉള്ളവരാണ്. അതുകൊണ്ടാണല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നിട്ട് അതേപടി മുക്കി വിട്ടത്. അതൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ ഇതൊക്കെ ഇനി ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ മുക്കാനാണോ പാട്? അപ്പൊ എന്താണെങ്കിലും ഈ അമ്പലവുമായിട്ട് ചുറ്റിപ്പറ്റി എന്തൊക്കെയോ പുകയുന്നുണ്ട്. മിക്കവാറും മറ്റേ മോഹിനിയാട്ട സിനിമ അത് ഇവരുടെ കമ്മിറ്റിയിൽ നിന്ന് തന്നെ കിട്ടിയ കഥയാവാനാണ് സാധ്യത. ആ അമ്പലത്തെ ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കും അത് ഇറക്കിയിരിക്കുന്നത്. സംശയമില്ലാതില്ല, സീരിയസ്ലി സംശയമില്ലാതില്ല. സോ എന്താണ് ഗൈസ് നിങ്ങൾക്ക് തോന്നുന്നത്? കൂടുതലൊന്നും പറയുന്നില്ല, വേറൊരു വീഡിയോ ഇട്ടുതരാം. അപ്പൊ ശരി.